മനുഷ്യൻ എക്കാലത്തും ഭാവിയെക്കുറിച്ചറിയാൻ അതിയായ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നവരാണ്. നാളെ എന്തു സംഭവിക്കും എന്ന ചോദ്യം ശാസ്ത്രലോകത്തെ മാത്രമല്ല സാധാരണക്കാരെയും ഒരുപോലെ ചിന്തിപ്പിക്കാറുണ്ട്. ഈ ആകാംക്ഷയാണ് ലോകമെമ്പാടുമുള്ള പ്രവാചകന്മാർക്കും അവരുടെ വാക്കുകൾക്കും എക്കാലത്തും വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നത്. അത്തരത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പേരാണ് ബാൽക്കണിലെ നോസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന ബൾഗേറിയൻ പ്രവാചക ബാബ വാംഗയുടേത്. വർഷങ്ങൾക്ക് മുൻപ് അവർ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രവചനങ്ങൾ ഓരോ വർഷം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകാറുണ്ട്. 2026 എന്ന വർഷത്തെക്കുറിച്ച് അവർ നടത്തിയെന്ന് അവകാശപ്പെടുന്ന പ്രവചനങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും വലിയ ഭീതിക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ ഇതിനകം തന്നെ സംഭവിച്ചുവെന്നും വരാനിരിക്കുന്നത് മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ പോന്ന വലിയ ദുരന്തങ്ങളാണെന്നുമാണ് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നത്. 1911 വംഗേറിയ പന്തേവ ദിമിത്രോവ എന്ന പേരിൽ ജനിച്ച ബാബ വാംഗയുടെ ജീവിതം തന്നെ വലിയൊരു നിഗൂഢതയാണ്. 12ാം വയസ്സിലുണ്ടായ അതിശക്തമായ ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് അവർക്ക് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ദിവസങ്ങൾക്ക് ശേഷം അവരെ കണ്ടെത്തുമ്പോൾ കണ്ണുകൾ മണ്ണും പൊടിയും നിറഞ്ഞ് അടഞ്ഞ നിലയിലായിരുന്നു. എന്നാൽ ഈ ദുരന്തത്തിന് ശേഷമാണ് അവർക്ക് ഭാവി കാണാനുള്ള അമാനുഷിക കഴിവ് അഥവാ ദിവ്യദൃഷ്ടി ലഭിച്ചതെന്നാണ് അനുയായികൾ വിശ്വസിക്കുന്നത്. 1996 തന്റെ 85ാം വയസ്സിൽ മരിക്കുന്നതുവരെ ആയിരക്കണക്കിന് ആളുകളാണ് ഉപദേശങ്ങൾക്കും ഭാവി അറിയാനുമായി അവരെ തേടിയെത്തിയത്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, അതായത് സെപ്റ്റംബർ 11 ആക്രമണം, ചെർണോബിൽ ആണവ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, 2004 ഏഷ്യയെ വിഴുങ്ങിയ മഹാ സുനാമി, ബ്രിട്ടന്റെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പിന്മാറ്റം തുടങ്ങി ലോകത്തെ നടുക്കിയ പല സംഭവങ്ങളും ബാബ വാംഗെ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ പ്രവചനങ്ങളിൽ 85% കൃത്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ആരാധകർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ബാബ വാംഗ തന്റെ പ്രവചനങ്ങളൊന്നും തന്നെ സ്വന്തമായി കടലാസുകളിൽ കുറിച്ചു വെച്ചിട്ടില്ല. അവരുടെ മരണശേഷം പലരും വാമൊഴിയായി പ്രചരിപ്പിച്ച കാര്യങ്ങളാണ് ഇന്ന് ഇന്റർനെറ്റിൽ ബാബ വാംഗയുടെ പ്രവചനങ്ങൾ എന്ന പേരിൽ പറന്നു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് എക്കാലത്തും ഒരു ചോദ്യചിഹ്നമാണ്. 2026 അവസാനിക്കുന്നതിന് മുൻപ് ബാബ വാംഗയുടെ 2 വലിയ പ്രവചനങ്ങൾ ഫലിച്ചുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. അതിൽ ആദ്യത്തേത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ മ്യാൻമറിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അതിശക്തമായ ഭൂകമ്പം, സ്പെയിൻ, ഫ്രാൻസ്, ഗ്രീസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച കാട്ടുതീ, കടുത്ത ഉഷ്ണതരംഗം, അമേരിക്കയിലെ കൊടുങ്കാറ്റുകൾ എന്നിവയെല്ലാം ഈ പ്രവചനത്തിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇതിൽ വലിയ അത്ഭുതങ്ങൾ ഒന്നും തന്നെയില്ല. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഇത്തരം ദുരന്തങ്ങൾ ലോകത്തിപ്പോൾ നിത്യസംഭവമാണ്. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും എവിടെ എപ്പോൾ നടക്കുമെന്ന് കൃത്യമായി പറയാത്ത ഒരു പ്രവചനത്തെ ഏത് ദുരന്തവുമായും എളുപ്പത്തിൽ കൂട്ടി വായിക്കാൻ സാധിക്കും. രണ്ടാമതായി സംഭവിച്ചെന്ന് പറയപ്പെടുന്ന പ്രവചനം നിർമ്മിത ബുദ്ധിയുടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനിയന്ത്രിതമായ വളർച്ചയെക്കുറിച്ചാണ്. മനുഷ്യരെ തൊഴിലിടങ്ങളിൽ നിന്നും യന്ത്രങ്ങൾ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കുമെന്ന് ബാബ വാംഗെ പറഞ്ഞിരുന്നതായി അനുയായികൾ അവകാശപ്പെടുന്നു. ChatGPT പോലെയുള്ള AI സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ പല ജോലികളും ഇന്ന് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തം മുതൽ പതിറ്റാണ്ടുകളായി പടിപടിയായി വളർന്നു വന്ന ഒരു ശാസ്ത്രീയ പുരോഗതിയാണ് AI. ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ മാന്ത്രിക വിദ്യയല്ല. മാത്രമല്ല, ടെക്നോളജിയെക്കുറിച്ച് അത്രയൊന്നും അറിവില്ലാതിരുന്ന ഒരു കാലത്ത് ബാബ വാംഗെ ഇത്തരമൊരു പ്രവചനം നടത്തിയതിന് യാതൊരുവിധ ഔദ്യോഗിക രേഖകളുമില്ല. ഇനി വരാനിരിക്കുന്ന പ്രവചനങ്ങളാണ് മനുഷ്യരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യഗ്രഹ ജീവികളുടെ ഭൂമിയിലേക്കുള്ള വരവാണ്. നവംബർ മാസത്തോടെ അതിഭീമാകാരമായ ഒരു അന്യഗ്രഹ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമെന്നും മനുഷ്യർ അന്യഗ്രഹങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുമെന്നുമാണ് വ്യാഖ്യാനം. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ അജ്ഞാത പേടകങ്ങളെക്കുറിച്ചുള്ള, അതായത് UFOയെക്കുറിച്ചുള്ള ചില രേഖകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഈ പ്രവചനത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആകാശത്ത് കാണുന്ന അജ്ഞാത വസ്തുക്കളെല്ലാം അന്യഗ്രഹ പേടകങ്ങൾ ആകണമെന്നില്ല. അവ കാലാവസ്ഥാ ബലൂണുകളോ പുതിയ തരം ഡ്രോണുകളോ മറ്റു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളോ ആകാനാണ് കൂടുതൽ സാധ്യതയെന്ന് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നു. മറ്റൊരു ഭയാനകമായ പ്രവചനം 3ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ്. ചൈന തായ്വാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് മാറുന്നതും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് പ്രവചനങ്ങളെ പിന്തുടരുന്നവർ പറയുന്നു. നിലവിൽ യുക്രൈൻ റഷ്യ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷങ്ങളും ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായി തുടരുകയാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ രാഷ്ട്രീയ പോരിനിടയിൽ ഒരു 3ാം ലോക മഹായുദ്ധം സംഭവിക്കാനുള്ള സാധ്യതകളെ രാഷ്ട്രീയ നിരീക്ഷകരും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇത് ഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ പ്രവചനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് മനുഷ്യന്റെ അധികാര മോഹങ്ങളുടെ ഫലമായാണ് സംഭവിക്കുക. അവസാനത്തെ പ്രധാന പ്രവചനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ
വ്ളാഡിമിർ പുടിന്റെ ഭരണമാറ്റത്തെക്കുറിച്ചാണ്. 2026 അവസാനിക്കുന്നതിന് മുൻപ് പുടിന് അധികാരം നഷ്ടപ്പെടുമെന്നും പുതിയൊരു നേതാവ് റഷ്യയുടെ ഭരണം ഏറ്റെടുക്കുമെന്നുമാണ് പ്രചരിക്കുന്ന അവകാശവാദം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി റഷ്യൻ രാഷ്ട്രീയത്തിലെ അനിഷേധ്യ ശക്തിയാണ് പുടിൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെക്കുറിച്ചും പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ നൽകാറുണ്ടെങ്കിലും പുടിൻ അധികാരത്തിൽ നിന്ന് സ്വയം പടിയിറങ്ങാൻ പോകുന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും നിലവിലില്ല. ബാബ വാംഗയുടേത് ഉൾപ്പെടെയുള്ള ഇത്തരം പ്രവചനങ്ങളെല്ലാം ഒരു പ്രത്യേകതരം മനഃശാസ്ത്രത്തെയാണ് ആശ്രയിക്കുന്നത്. വളരെ അവ്യക്തവും പൊതുവായതുമായ കാര്യങ്ങൾ പ്രവചിക്കുകയും പിന്നീട് ലോകത്ത് സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളെ ഈ പ്രവചനങ്ങളുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇതിനെ റെട്രോഫിറ്റിംഗ് എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. നടന്നു കഴിഞ്ഞ ഒരു സംഭവത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള മനുഷ്യന്റെ സഹജമായ വാസനയാണ് ഇതിന് പിന്നിൽ. ചുരുക്കത്തിൽ 2026 പ്രചരിക്കുന്ന ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ ബാബ വാംഗയുടേതായി ആരോപിക്കപ്പെടുന്ന അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ മാത്രമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ ശാസ്ത്രീയമായ ചിന്തകളും കാലാവസ്ഥാ സംരക്ഷണം പോലെയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളുമാണ് ഈ ആധുനിക കാലത്ത് മനുഷ്യരാശിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. പ്രവചനങ്ങളെ അന്ധമായി വിശ്വസിച്ച് ഭയപ്പെടുന്നതിന് പകരം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് വരും കാലത്തെ നേരിടാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.